അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ഈ ഫെയിൽഡ് ആയിട്ടുള്ള IVF-നെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ തലവേദന പദ്ധതിയിലോട്ട് വരുമ്പോൾ? ഫെയിൽ ആയിട്ടുള്ള IVF എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ഇപ്പോൾ ഫെയിൽ ആയിട്ടുള്ള IVF ചിലപ്പോൾ നമ്മളടുത്ത് ചെയ്ത ട്രീറ്റ്മെൻറ്റിൽ തന്നെ ചിലപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പുറത്ത് 1-2 സെൻറ്റേഴ്സിലൊക്കെ പോയി ചെയ്തിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് റീഅസസ് ചെയ്യും. നമ്മൾ മാക്സിമം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കും വാട്ട് വെൻ റോങ് എന്നുള്ളത്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്ത ക്വാളിറ്റി അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ആണ് നമുക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ നമ്മൾ ഒരു വട്ടം മിനിമൽ സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് അവർക്ക് എഗ്ഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. ആ എഗ്ഗിൽ നിന്ന് കിട്ടുന്ന എഗ്ഗുമായിട്ട് നമ്മളൊരു നല്ല സ്പേം ഹസ്ബൻഡിൻ്റെ സൈഡും നോർമലായിരിക്കണം കേട്ടോ. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല എംബ്രിയോ, പക്ഷേ അധികം എംബ്രിയോസ് ഉണ്ടാവില്ല, ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സൈക്കിൾസ് ചെയ്യാനുള്ള ഒരു എംബ്രിയോ ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാമായി ഒരു ഫ്രഷ് ട്രാൻസ്ഫർ, സെയിം സൈക്കിൾ ട്രാൻസ്ഫറും കൂടി ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി നമുക്ക് ഒരു കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടലുണ്ട്.